തീവ്രവാദികളോ ഭീകരവാദികളായിരുന്നോ അങ്ങനെ പറഞ്ഞല്ലേ MP രാജേഷ് അടക്കം ബഹുമാനപ്പെട്ട മെഹബൂബ് അടക്കം പറഞ്ഞത്. ഞങ്ങളിവിടെ സാധാരണ ജനങ്ങളാണ്, ഞങ്ങളുടെ പേരിലൊന്നും ഒരു പെറ്റി കേസ് പോലുമില്ല സാർ. അടച്ചു പൂട്ടി അത് പൊളിച്ച് മാറ്റുന്നവരെ, അത് അറബിക്കടലിൽ എറിയുന്നവരെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. വർഷങ്ങളായി സമരം ചെയ്യുന്ന ഫ്രഷ് കട്ട് സമരസമിതി പ്രവർത്തകർക്കൊപ്പമാണ് ഇന്ന് നമ്മളുള്ളത്. അവരെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിലാണ്. കാരണം ഇന്നലെ വൈകിട്ടോട് കൂടിയിട്ടാണ് ഈ ഫ്രഷ് കട്ട് അറബ് മാലിന്യ സംസ്കരണ പ്ലാന്റ് അടച്ചുപൂട്ടാൻ ഉത്തരവ് പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. ആ ഒരു പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേ അധികം വർഷങ്ങളായിട്ട് സമരം ചെയ്യുന്ന ഈ നാട്ടുകാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രദേശവാസികളെ സംബന്ധിച്ച് വലിയ സന്തോഷം ആണ്. നമ്മൾ അന്ന് കണ്ടതാണ്, പല വീടുകളിലും ആളില്ലാത്ത സമയത്തൊക്കെ പോലീസുകാർ വരികയും സ്ത്രീകൾ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ വലിയ രീതിയിൽ പ്രക്ഷോഭത്തിലേക്ക് വരികയൊക്കെ ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പം എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? ഇപ്പം വളരെയധികം സന്തോഷത്തിലാണ്. ഇപ്പോൾ ഈ സർക്കാർ വന്നതിന് ശേഷം അങ്ങനത്തെ ഒരു പ്രശ്നം വീട്ടിലേക്ക് വരേണ്ട ഒരു ഇത് വന്നിട്ടില്ല. അതിന് ദേഷ്യം തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. പിന്നെ ഞങ്ങളെ കുട്ടികൾക്കും പിന്നെ പ്രായമുള്ളവരും ഒക്കെ തന്നെ വളരെ ശ്വാസം മുട്ട് ക്യാൻസറായിട്ടും പല രോഗങ്ങളുമാണ് ഈ ഏരിയയിലൊക്കെ ഇപ്പോൾ പിടിച്ച് വരുന്നത്, പനികളായിട്ടും മഞ്ഞപ്പിത്തായിട്ടും. പിന്നെ അതിൽ നിന്നൊക്കെ ഒരു മോചനം വരികയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ വളരെയധികം സന്തോഷത്തിലാണ്. ജനകീയ സമരം വിജയിച്ചു, അതാണ് ഞങ്ങൾ ഇപ്പോഴത്തെ ഇത്. ജനകീയ സമരം വിജയിച്ചു, അങ്ങനെയല്ലേ? അതെ, ജനകീയ സമരം വിജയിച്ചു. എനിക്ക് പറയാനുള്ളത്, പിന്നെ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് റെഡ് കാറ്റഗറിയിൽപ്പെട്ട ഇരുതുള്ളിപ്പുഴയുടെ തീരത്ത് ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കരിമ്പാലകുന്ന് പ്രദേശങ്ങളിലും അതേപോലെ ഓമശ്ശേരി പഞ്ചായത്തിലെ കൂടത്തായി പൂവോട് എന്ന് പറഞ്ഞ സ്ഥലത്തുമാണ് ദുർഗന്ധം ആദ്യം അനുഭവപ്പെട്ടത്. പിന്നെ അതിനുശേഷം ഈ 6 വർഷങ്ങൾക്ക് ശേഷം ഈ 4 പഞ്ചായത്തിലെയും 8-10 കിലോമീറ്ററുകൾക്കിപ്പുറവും ഈ ദുർഗന്ധം വമിക്കുകയും അതേപോലെ തന്നെ ദുരിതം അനുഭവിക്കുകയും ഇപ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരികയും ഈ ഒരു സാഹചര്യം ഉണ്ടായി. അതേപോലെ സ്കൂളുകളിൽ പഠിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം പകൽ സമയത്തും രാത്രി സമയത്തും വീടുകളിലും ഒരുപാട് ദുരിതം അനുഭവിച്ചു. ഇപ്പോൾ ബാബുക്ക ഉൾപ്പെടെയുള്ള സമരസമിതി ഞങ്ങൾ ഈ സമരം ഏറ്റെടുത്ത് ഇനിയും ആ കമ്പനി ഫ്രഷ് കട്ടിന് ഇപ്പം അടച്ചു പൂട്ടുന്ന സാഹചര്യത്തിൽ ഒരു കമ്പീൻ്റെ കഷ്ണം പോലും എടുത്തു മാറ്റുന്നവരെ ഞങ്ങൾ ഈ സമരം തുടരുമെന്നാണ് അറിയിക്കാനുള്ളത്. സമരരംഗത്ത് തന്നെ ഉണ്ടാവും, അതിൽ പൂർണ്ണമായിട്ട് അടച്ചു പൂട്ടുന്നത് വരെ 100% ഈ സമരം ഈ 4000-ഓളം കുടുംബങ്ങളിൽ ഒരുപാട് കുടുംബങ്ങൾ ആശ്രയിക്കുന്ന ഇരുതുള്ളിപ്പുഴ മലിനമാക്കിയ ഈ ഒരു സ്ഥാപനം 100% അടിച്ചു പൂട്ടുന്നത് വരെ ഈ സമരത്തിൻ്റെ മുമ്പ് തന്നെ ഉണ്ടാവും. അതിന് മുൻപിൽ നിന്നപ്പോൾ ഒരുപാട് പരിഹാസങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഞങ്ങൾക്ക് പായമായിട്ടില്ല എന്ന് തന്നെയാണ് 100% കൊണ്ട് ഇനി മുമ്പോട്ട് ഈ സമരത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ഏകദേശം 4000-ലധികം ആളുകളെയാണ് ഈ സമരം നേരിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നത്. പ്രത്യേകിച്ച് പലതവണ നിയമപോരാട്ടങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു, വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊന്നും എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഒരു തടസ്സങ്ങൾ ഈ സമരസമിതിയെ സംബന്ധിച്ച് പല ഭാഗങ്ങളിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ MLA കൂടിയായിട്ടുള്ള PK ഫിറോസിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ മലിനജലം അത് പലയിടങ്ങളിലേക്കായി പരന്നൊഴുകി. മാത്രമല്ല ഈ കമ്പനിക്ക് പിഴ ഈടാക്കാനായിട്ട് തീരുമാനമുണ്ടായിരുന്നു, പക്ഷേ കൃത്യമായിട്ടുള്ള പിഴ അടച്ചില്ല. അതോടുകൂടി തന്നെയാണ് ഈ കമ്പനി അടച്ചുപൂട്ടലിൻ്റെ വക്കിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ള വിവരം കൂടി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നു എന്നുള്ളതാണ്. എന്തായാലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി കോടതിയിൽ പോകുമെന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഇതിൽ നിന്ന്, അതായത് സമരത്തിൽ നിന്ന് ഒട്ടും തന്നെ പിന്നോട്ടില്ല. എന്ന് അടച്ചുപൂട്ടുന്നു അതുവരെ ഈ സമരം തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതായത് ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ നോട്ടീസിൽ എന്താണ് കൃത്യമായിട്ട് പറയുന്നത്? അടച്ചുപൂട്ടാനുള്ള നിർദ്ദേശം നൽകിയതിൻ്റെ ഒരു മാനദണ്ഡം എന്താ അവർ പറയുന്നത്? സാറേ, 2019 മുതൽ ഈ 2026 വരെ ഈ ഫ്രഷ് കട്ട് ഓർഗാനിക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കോഴി അറബ് മാലിന്യ പ്ലാന്റ് ഫുൾ വയലേഷനാണ്. ഈ പാരിസ്ഥിതിക വയലേഷനും ഞങ്ങളുടെ ഈ പുഴ മലിനീകരണവും നമ്മുടെ ശുദ്ധവായു ശുദ്ധവെള്ളവും കിട്ടുന്നില്ല എന്ന് ഞങ്ങൾ പറയുന്നുണ്ടല്ലോ. പക്ഷേ ഇവർ വയലേഷൻ ചെയ്തതിൻ്റെ 2021 5-ാം മാസം 37,10,000 രൂപ ഇവർക്ക് PCB പുഴ മലിനമാക്കിയതിന്, ഇരുതുള്ളിപ്പുഴയിലേക്ക് കോഴി അറവ് മാലിന്യ പ്ലാന്റിൽ നിന്നുള്ള വേസ്റ്റ് പോയതിന് PCB അടച്ച ഈ ഫൈനാണിത്, 37,10,000. ഇതുപോലെ എത്രയോ തവണ യൂജിൻ ജോൺസനാണ് ഇതിൻ്റെ കത്ത് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ എത്രയോ തവണ ഇവർ പുഴ മലിനമാക്കി, വായു മലിനീകരണമാക്കി. ഞങ്ങൾ നിരന്തരം പരാതി കൊടുത്തു, സെക്രട്ടറിക്കായാലും PCBക്കായാലും ഞങ്ങൾ മറ്റ് അതോറിറ്റികളായാലും. ഇവർ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഇവരൊരു ചട്ടകമായിരുന്നു, ഇവരൊരു കൂട്ടുകൃഷിയായിരുന്നു, ചില ഉദ്യോഗസ്ഥന്മാരും ചില കമ്പനി മുതലാളിമാരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി ലഭിച്ചിട്ടില്ലായിരുന്നു. ഇപ്പം മെനയാന്ന് പെയ്ത മഴയിൽ ആ പ്ലാന്റിൽ വെള്ളം കയറിയത് സാറ് മുഴുവൻ കണ്ടതല്ലേ, ആ മാലിന്യം മുഴുവനും പുഴയിലേക്ക് ഒഴുകി. അപ്പം കോടിക്കണക്കിന് രൂപയുടെ മാലിന്യങ്ങൾ അതിലേക്ക് ഒഴുകി കഴിഞ്ഞു. ആ മാലിന്യം മുഴുവനും ഞങ്ങളുടെ ഇരുതുള്ളിപ്പുഴയിലും ഞങ്ങളുടെ സമീപ പ്രദേശത്തുള്ള കിണറുകളിലും എത്തിക്കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ നഷ്ടം
ഇവർ ഈ കമ്പനിയിൽ നിന്നും സർക്കാർ ഈടാക്കി ഞങ്ങൾക്ക് തരണം. വീണ്ടും അപ്പോൾ ഈ ഇരുതുള്ളിപ്പുഴയുടെ സമീപത്ത് നിന്നും ആ പ്ലാന്റ് അടച്ചുപൂട്ടി ഇനി ഒരു കാലത്തേക്ക് തുറക്കില്ല എന്നുള്ളൊരു തീരുമാനമാണ് ഇന്നലെ ഇവിടെ വന്നത്. ഇനിയിപ്പം ഇവരെ കോടതിയെ സമീപിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് ഇത് സമരം തുടരാൻ തന്നെയാണോ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് പൂർണ്ണമായിട്ടും? നിലവിൽ ചെയർമാൻ പറയും സമരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഹൈക്കോടതിയിലുള്ള കേസും സുപ്രീം കോടതി പോയി അവർ ഓർഡർ വാങ്ങി വന്നാലും ഞങ്ങൾ ജനങ്ങളാണ്, 4000-ഓളം വരുന്ന ജനങ്ങളാണ്. ഞങ്ങൾക്കും ഇവിടെ ജീവിക്കാനുള്ള സ്വതന്ത്രമായ അവകാശത്തിന്മേൽ ഒരു ഫ്രഷ് കട്ടിൻ്റെ കുത്തക മുതലാളിമാർക്കും ഇവർക്കിപ്പോൾ 4-5 മുതലാളിമാരുണ്ടല്ലോ അവർക്ക് കുറച്ച് സാമ്പത്തിക ലാഭം ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾ 4000-ഓളം ആളുകൾ ഈ മണ്ണിൽ മരിച്ച് വീണ് കഴിഞ്ഞിട്ട് ആ കോഴി അറവുമാലിൻ്റെ പ്ലാന്റ് ആ ഇരുതുള്ളിപ്പുഴ സമീപത്ത് തുടരാൻ ഞങ്ങൾ സമ്മതിക്കുള്ളൂ. ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കണമല്ലോ. ഞങ്ങളെ കുറേ കള്ളക്കേസ് കൊടുക്കി ഞങ്ങൾ ജയിലിലാക്കിയതാ. എൻ്റെയൊക്കെ പേരിൽ 8-9 കേസ് ഇട്ടത്, 23 കേസ് അങ്ങനെ ഉണ്ട്. ഈ ഇരിക്കുന്ന ആളുകൾ ഈ പുഷ്പേട്ടന്, മുജീബ്ക്ക, പിന്നെ ബാബുക്ക, ചെയർമാൻ അടക്കം, ഞാൻ അജ്മലാണ്, ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കണ്ടീനറാണ്. ഞങ്ങളെ വെറുതെ കള്ളക്കേസ് കൊടുക്കി ഉള്ളിലാക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ. പക്ഷെ ഞങ്ങൾ ജയിലിൽ പോയി കഴിഞ്ഞാലും ഇവിടുത്തെ 4000-ഓളം ജനങ്ങൾ ഒരു ലോഡ് പോലും ആ ഫ്രഷ് കട്ടിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. ഞങ്ങൾ നിയമത്തെ വെല്ലുവിളിക്കുകയല്ല, നിയമത്തെ അനുസരിച്ചു കൊണ്ട് തന്നെ കോടതിയെ മാനിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള റൈറ്റ് ഇവിടെ ഉണ്ട്. ആ റൈറ്റിനെ മാനിക്കാതെ ഈ 6 വർഷം ഞങ്ങൾ കഷ്ടപ്പെടിപ്പിച്ചു. പല വീട്ടിലും അബോഷനുകൾ സംഭവിച്ചു ഇവിടുത്തെ സ്മെല്ല് കാരണം. പല കുട്ടികൾ അവിടുത്തെ ഒരാൾ മരിച്ചു. ഫ്രഷ് കട്ടിലുള്ള ആളുകൾ ഈ ചൊറി പ്രശ്നങ്ങൾ സംഭവിച്ചു, മഞ്ഞപ്പിത്തം പിടിച്ചു മരിച്ചു. 21 പേർക്ക് ഞങ്ങളുടെ വാർഡുകളിലുള്ള ആളുകൾക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു. ഈ റിപ്പോർട്ടൊക്കെ മുൻ സർക്കാരിൻ്റെ കാലത്ത് ഈ ഞങ്ങളുടെ ഇവിടുത്തെ കളക്ടർക്ക് കൊടുത്തതാണ്, സ്നേഹിൽകുമാറിന് കൊടുത്തതാണ്. എന്തുകൊണ്ട് നടപടി എടുത്തില്ല? ഇവർ രാഷ്ട്രീയ പകപോക്കലും അടിച്ചമർത്തലും ഇവിടെ താമരശ്ശേരിയിലുള്ള CI സായോജന ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താനല്ലേ ശ്രമിച്ചത്? ഞങ്ങൾ ഇവിടുത്തെ തീവ്രവാദികളോ ഭീകരവാദികളോ ആയിരുന്നോ? അങ്ങനെ പറഞ്ഞല്ലേ MP രാജേഷ് അടക്കം ബഹുമാനപ്പെട്ട പിന്നെ മെഹബൂബ് അടക്കം പറഞ്ഞത്. ഞങ്ങളിവിടെ സാധാരണ ജനങ്ങളാണ്, ഞങ്ങളുടെ പേരിലൊന്നും ഒരു പെറ്റി കേസ് പോലുമില്ല സാർ. ഞങ്ങൾ ജീവിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ്. ഞങ്ങൾ അന്ന് രാവിലെ ഞങ്ങൾ അതാത് വീട്ടിൽ നിന്ന് ജോലിക്ക് പോകുന്ന ആളുകളാണ്. എന്താണ് ഇപ്പം നിയമ നടപടികൾ മറ്റെങ്കിലും എന്തെങ്കിലും ആലോചിക്കുന്നുണ്ടോ? ഇവരെ കമ്പനി കോടതിയെ സമീപിക്കും എന്നൊക്കെ പറയുന്ന പശ്ചാത്തലത്തിൽ സമരം ഇപ്പം തുടരാനാണോ തീരുമാനം, അതോ താൽക്കാലികമായിട്ട് അവസാനിപ്പിക്കുകയാണ്? സമരം തുടരാൻ തീരുമാനം. ഞങ്ങൾക്ക് പിന്നെ കോടതിയിൽ ഞങ്ങൾ വിശ്വാസമുണ്ട്. അവർ കൊടുത്ത് അവിടെ പോലീസ് പ്രൊട്ടക്ഷൻ അവർ ആവശ്യപ്പെട്ടിരുന്നു, അത് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ഞങ്ങൾ അപ്പീൽ പോയിട്ടുണ്ട്. ഇനി അവർ സ്റ്റേ ജയിക്കാൻ വേണ്ടി പോകും. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4000-ഓളം കുടുംബങ്ങൾ, അത് സ്ത്രീകളും കുട്ടികളും അവിടെയുള്ള ആണുങ്ങളൊക്കെ കൂടി ഞങ്ങളെല്ലാവരും 1 കിലോ വേസ്റ്റ് പോലും അവിടേക്ക് വരാത്ത രീതിയിലുള്ള സമരമാണ് ഇനി ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതേ സംബന്ധിച്ച് അവർ സ്റ്റേ ചെയ്യുന്ന ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. ഞങ്ങൾ സമരം ഇപ്പം നിർത്തുന്നില്ല. അത് അടച്ചു പൂട്ടി അത് പൊളിച്ച് മാറ്റുന്നവരെ, അത് അറബിക്കടലിൽ എറിയുന്നവരെ ഞങ്ങൾ സമരം മുന്നോട്ട് കൊണ്ടുപോകും. വളരെ ശക്തമായിട്ടുള്ള നിലപാടാണ്. അതായത് ആ ഫാക്ടറി അവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്നത് വരെ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. എന്തായാലും കമ്പനിയുടെ ഭാഗത്തു നിന്ന് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ തൊട്ടുപുറകെ സമരസമിതിയുടെ ഭാഗത്തു നിന്നും കോടതിയെ സമീപിക്കും എന്ന കാര്യമാണ് ഇപ്പോൾ സമരസമിതി പ്രവർത്തകർ പറയുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷിനൊപ്പം റിപ്പോർട്ടർ ഷാഹദ് റഹ്മാൻ, റിപ്പോർട്ടർ കോഴിക്കോട്.